വോൾട്ട്മീറ്റർ എന്തിനാണ് അളക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു. വോൾട്ട്മീറ്റർ എന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് സർക്യൂട്ടിൽ സമാന്തരമായി ബന്ധിപ്പിക്കുന്നു. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ ധർമ്മം എന്താണ്? ഉയർന്ന വോൾട്ടേജുള്ള ഡയറക്ട് കറന്റ് ഡിസി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നത് ഉയർന്ന സ്റ്റാറ്റിക് വൈദ്യുത പൊട്ടൻഷ്യൽ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത യന്ത്രമാണ്. ഇത് കണിക ആക്സിലറേറ്ററുകളിലും വൈദ്യുത പരീക്ഷണങ്ങളിലും ശാസ്ത്ര പ്രദർശനങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു. ജനറേറ്ററിന്റെ ധർമ്മം എന്താണ്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ്. ഇത് വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റുകളിലും വീടുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്റ്റീരിയോസ്കോപ്പിന്റെ ധർമ്മം എന്താണ്? ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്റ്റീരിയോസ്കോപ്പ് എന്നത് രണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ ഒരേ സമയം കണ്ട് ത്രിമാന പ്രതീതി ഉളവാക്കുന്ന ഒരു ഉപകരണമാണ്. കാഴ്ചയുടെ ആഴം ഡെപ്ത് പെർസെപ്ഷൻ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. സ്പെക്ട്രോമീറ്ററിന്റെ ധർമ്മം എന്താണ്? ഒരു വർണ്ണരാജിയിലെ ഭാഗങ്ങളെ വേർതിരിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്പെക്ട്രോമീറ്റർ എന്നത് പ്രകാശത്തിന്റെ വിവിധ തരംഗദൈർഘ്യങ്ങളെ വർണ്ണരാജി വേർതിരിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണ്. ഇത് ദ്രവ്യത്തിന്റെ ഘടനയും രാസഘടനയും വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. ഹൈഡ്രോമീറ്റർ എന്താണ് അളക്കുന്നത്? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈഡ്രോമീറ്റർ എന്നത് ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ആർക്കിമിഡീസ് തത്വത്തെ അടിസ്ഥാനമാക്കി ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിന്റെ ആഴം അനുസരിച്ചാണ് ഇത് സാന്ദ്രത നിർണ്ണയിക്കുന്നത്. ഹൈഗ്രോമീറ്റർ എന്താണ് അളക്കുന്നത്? അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈഗ്രോമീറ്റർ എന്നത് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അഥവാ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിലും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇത് പ്രധാനമാണ്. ഹൈഡ്രോഫോണിന്റെ ധർമ്മം എന്താണ്? വെള്ളത്തിനടിയിലെ ശബ്ദം കണ്ടെത്താൻ ഇത് ഉപയോഗിക്കുന്നു. ഹൈഡ്രോഫോൺ എന്നത് വെള്ളത്തിനടിയിലെ ശബ്ദതരംഗങ്ങളെ കണ്ടെത്താനും റെക്കോർഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സമുദ്രഗവേഷണം, നാവികസേന, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുന്നു. ഹൈപ്സോമീറ്റർ എന്താണ് അളക്കുന്നത്? എങ്ങനെ? വെള്ളത്തിന്റെ തിളനില അളക്കുന്നതിലൂടെ ഒരു സ്ഥലത്തിന്റെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈപ്സോമീറ്റർ എന്നത് ഒരു സ്ഥലത്തിന്റെ ഉയരം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് വെള്ളത്തിന്റെ തിളനിലയെ ആശ്രയിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുകയും വെള്ളത്തിന്റെ തിളനില താഴുകയും ചെയ്യും എന്ന തത്വമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അക്കൗസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ശബ്ദവുമായി ബന്ധപ്പെട്ട പഠനം. അക്കൗസ്റ്റിക്സ് എന്നത് ശബ്ദത്തിന്റെ ഉത്ഭവം, പ്രസരണം, സ്വീകരണം, പ്രഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. സംഗീതം, വാസ്തുവിദ്യ, പരിസ്ഥിതിശാസ്ത്രം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇതിന് പ്രായോഗിക പ്രാധാന്യമുണ്ട്. ആന്ത്രോപോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മനുഷ്യന്റെ വികാസത്തെക്കുറിച്ചുള്ള പഠനം. ആന്ത്രോപോളജി എന്നത് മനുഷ്യന്റെ ഉത്ഭവം, വികാസം, സ്വഭാവം, സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ്. ഇത് പുരാതന കാലം മുതൽ ഇന്നുവരെയുള്ള മനുഷ്യരാശിയുടെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുന്നു. ജ്യോതിഷം എന്താണ്? മനുഷ്യജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനം. ജ്യോതിഷം എന്നത് ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശഗോളങ്ങളുടെയും സ്ഥാനം മനുഷ്യജീവിതത്തെയും ഭാവിയെയും സ്വാധീനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പഠനശാഖയാണ്. ഇതൊരു ശാസ്ത്രീയ വിഷയമായി അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ ഇതിന് പ്രാധാന്യമുണ്ട്. ജ്യോതിശാസ്ത്രം എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം. ജ്യോതിശാസ്ത്രം പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗാലക്സികൾ തുടങ്ങിയ ആകാശഗോളങ്ങളെയും അവയുടെ ഉത്ഭവം, പരിണാമം, ചലനം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ശാസ്ത്രശാഖയാണ്.
ജ്യോതിർഭൗതികം എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ആകാശഗോളങ്ങളുടെ ഭൗതികവും രാസപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം. ജ്യോതിർഭൗതികം ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളായ പ്രകാശമാനത, താപനില, സാന്ദ്രത, രാസഘടന എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ ഊർജ്ജവും ദ്രവ്യവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അഗ്രോസ്റ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പുല്ലുകളെക്കുറിച്ചുള്ള പഠനം. അഗ്രോസ്റ്റോളജി എന്നത് സസ്യശാസ്ത്രത്തിലെ ഒരു ശാഖയാണ്. ഇത് പുല്ലുകളെ, ഗ്രാസുകൾ കുറിച്ച് പഠിക്കുന്നു. പുൽവർഗ്ഗങ്ങൾ ഭൂമിയിലെ ആവാസവ്യവസ്ഥകളിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. അക്കാരോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മൈറ്റുകളെയും ചെള്ളുകളെയും കാണ്ടാമ്ലം കുറിച്ചുള്ള പഠനം. അക്കാരോളജി എന്നത് സുവോളജിയിലെ ഒരു ശാഖയാണ്. ഇത് ചിലന്തിവർഗത്തിൽപ്പെട്ട മൈറ്റുകളെയും ചെള്ളുകളെയും ടെക്സ് കുറിച്ച് പഠിക്കുന്നു. ഇവയുടെ വർഗീകരണം, ജീവിതചക്രം, രോഗവാഹകശേഷി എന്നിവയാണ് ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നത്. ആർത്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അസ്ഥിസന്ധികളെക്കുറിച്ചുള്ള പഠനം. ആർത്രോളജി എന്നത് മനുഷ്യന്റെയും മറ്റ് ജീവികളുടെയും ശരീരത്തിലെ അസ്ഥിസന്ധികളെക്കുറിച്ചുള്ള പഠനമാണ്. സന്ധികളുടെ ഘടന, പ്രവർത്തനം, അവയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവ ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നു. ബയോമെട്രി എന്നാൽ എന്ത്? ജീവശാസ്ത്രത്തിൽ ഗണിതശാസ്ത്ര പ്രക്രിയകൾ പ്രയോഗിക്കുന്നത്. ബയോമെട്രി എന്നത് ജീവശാസ്ത്രപരമായ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനായി സ്ഥിതിവിവരക്കണക്കുകളും ഗണിതശാസ്ത്രപരമായ രീതികളും ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖയാണ്. ജീവികളുടെ അളവുകൾ, പാറ്റേണുകൾ, ഫിംഗർ പ്രിന്റ്, റെറ്റിന സ്കാൻ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. കാർഡിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഹൃദയത്തെയും അതിന്റെ രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം. കാർഡിയോളജി വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയാണ്. ഇത് ഹൃദയത്തിന്റെ ഘടന, പ്രവർത്തനം, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ഹൃദയരോഗങ്ങളുടെ രോഗനിർണയം, ചികിത്സ, പ്രതിരോധം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. കോങ്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മൊളസ്കുകളുടെ പുറന്തോടുകളെക്കുറിച്ചുള്ള പഠനം. കോങ്കോളജി എന്നത് മൊളസ്കുകളുടെ, ഉദാഹരണത്തിന് ഒച്ചുകൾ, കക്കകൾ, പുറന്തോടുകളെക്കുറിച്ച് പഠിക്കുന്ന സുവോളജി ശാഖയാണ്. ഈ പഠനം തോടുകളുടെ ഘടന, വർഗീകരണം, പരിണാമം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്രോണോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കാലഘട്ടം നിർണയിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനം. ക്രോണോളജി എന്നത് സംഭവങ്ങളുടെ സമയക്രമം നിർണയിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ചരിത്രത്തിലെയും മറ്റ് ശാസ്ത്രശാഖകളിലെയും സംഭവങ്ങൾ ശരിയായ ക്രമത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ക്രിമിനോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും കുറിച്ചുള്ള പഠനം. ക്രിമിനോളജി എന്നത് കുറ്റകൃത്യങ്ങളുടെ സാമൂഹികവും മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യശാസ്ത്രശാഖയാണ്. കുറ്റകൃത്യങ്ങളുടെ തരം, അവയുടെ ആഘാതം, നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് സെറാമിക്സ്? കളിമണ്ണിൽ പാത്രങ്ങളുണ്ടാക്കുന്ന കലയും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രവും. സെറാമിക്സ് എന്നത് കളിമണ്ണ്, കയോലിൻ തുടങ്ങിയ അജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചൂടാക്കി മൺപാത്രങ്ങൾ, ടൈലുകൾ, ഇഷ്ടികകൾ എന്നിവ നിർമ്മിക്കുന്ന കലാരീതിയെയും അതിന്റെ ശാസ്ത്രത്തെയും സൂചിപ്പിക്കുന്നു. പുരാതന കാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ചുവരുന്ന ഒരു സാങ്കേതികവിദ്യയാണിത്. കോസ്മോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രപഞ്ചത്തിന്റെ രൂപീകരണത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം. കോസ്മോളജി എന്നത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, പരിണാമം, ഘടന, അതിലെ ദ്രവ്യങ്ങളുടെയും ഊർജ്ജത്തിന്റെയും വിതരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയുമായി ഇത് അടുത്ത ബന്ധം പുലർത്തുന്നു. ക്രോമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? വിവിധ നിറങ്ങളെക്കുറിച്ചുള്ള പഠനം. ക്രോമറ്റോളജി എന്നത് നിറങ്ങളെയും അവയുടെ സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഭൗതികശാസ്ത്രം, രസതന്ത്രം, മനഃശാസ്ത്രം, കല എന്നിവയുമായി ബന്ധപ്പെട്ട് നിറങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, മനുഷ്യർ അവയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ഈ ശാസ്ത്രശാഖ പരിശോധിക്കുന്നു. ക്രയോജനിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? വളരെ താഴ്ന്ന താപനിലയിലെ വിവിധ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ക്രയോജനിക്സ് എന്നത് വളരെ താഴ്ന്ന താപനിലയിൽ, സാധാരണയായി -150 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -238 ഡിഗ്രി F ൽ താഴെ,
പദാർത്ഥങ്ങളുടെ സ്വഭാവത്തെയും അവയുടെ പ്രയോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഭൗതികശാസ്ത്ര ശാഖയാണ്. ലിക്വിഡ്, നൈട്രജൻ, ഹീലിയം തുടങ്ങിയവ ഉപയോഗിച്ച് വസ്തുക്കളെ തണുപ്പിക്കുന്ന സാങ്കേതികവിദ്യ ഇതിൽ ഉൾപ്പെടുന്നു. സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കോശജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം. സൈറ്റോളജി എന്നത് ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് കോശങ്ങളുടെ ഘടന, പ്രവർത്തനം, അവയുടെ രാസപരമായ സ്വഭാവം, രൂപീകരണം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ജീവികളുടെ അടിസ്ഥാന ഘടകമായ കോശങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് ഈ പഠനം നൽകുന്നു. ക്രിപ്റ്റോഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സുരക്ഷിതമായ ആശയവിനിമയത്തിനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പഠനം. ക്രിപ്റ്റോഗ്രഫി എന്നത് സുരക്ഷിതമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യകളെക്കുറിച്ചുള്ള പഠനമാണ്. വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനും ആധികാരികത ഉറപ്പുവരുത്താനും ഡാറ്റ സമഗ്രത നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ ലോകത്ത് സൈബർ സുരക്ഷയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഡെമോഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മനുഷ്യ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം. ഡെമോഗ്രഫി എന്നത് മനുഷ്യ ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വിതരണം, അതിൽ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ജനനം, മരണം, കുടിയേറ്റം, വാർദ്ധക്യം എന്നിവ ജനസംഖ്യയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇത് വിശകലനം ചെയ്യുന്നു. കാർട്ടോഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പഠനവും പ്രയോഗവും. കാർട്ടോഗ്രഫി എന്നത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, ദൃശ്യപരമായി അവതരിപ്പിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. യാത്ര, ആസൂത്രണം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഭൂപടങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എംബ്രിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭ്രൂണത്തിന്റെ വികാസത്തെക്കുറിച്ചുള്ള പഠനം. എംബ്രിയോളജി എന്നത് ഭ്രൂണത്തിന്റെ രൂപീകരണം, വളർച്ച, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ്. ഒരു ബീജസങ്കലനം ചെയ്ത കോശം എങ്ങനെ ഒരു പൂർണ്ണജീവിയായി മാറുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നു. ഇത് ജനിതകശാസ്ത്രം, വികാസ ജീവശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എതോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. എതോളജി എന്നത് മൃഗങ്ങളുടെ സ്വഭാവത്തെ, പ്രത്യേകിച്ച് അവയുടെ സ്വാഭാവിക ചുറ്റുപാടുകളിൽ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. മൃഗങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, ഇണയെ കണ്ടെത്തുന്നു, വേട്ടയാടുന്നു, കൂടുകൂട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ പഠനം വിലയിരുത്തുന്നു. എറ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചുള്ള പഠനം. എറ്റിയോളജി എന്നത് ഒരു രോഗത്തിന്റെ അല്ലെങ്കിൽ അവസ്ഥയുടെ ഉറവിടമോ കാരണങ്ങളോ അന്വേഷിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇത് ആരോഗ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും പ്രതിരോധത്തിനും ചികിത്സയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഒരു രോഗം എങ്ങനെ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കുന്നു. എക്സോബയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂമിക്ക് പുറത്തുള്ള ജീവികളെക്കുറിച്ചുള്ള പഠനം. എക്സോബയോളജി എന്നത് ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ സാധ്യതകളെയും അവയുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇത് ബഹിരാകാശത്ത് ജീവന്റെ അസ്തിത്വം, വിതരണം, പരിണാമം എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം, ജിയോളജി എന്നിവയുമായി ഈ പഠനശാഖ ബന്ധപ്പെട്ടിരിക്കുന്നു. എക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പരബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം. എക്കോളജി എന്നത് ജീവികളും അവയുടെ ആവാസവ്യവസ്ഥയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഒരു പ്രത്യേക പ്രദേശത്തെ ജൈവവും അജൈവവുമായ ഘടകങ്ങൾ എങ്ങനെ പരസ്പരം സ്വാധീനിക്കുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവവൈവിധ്യം മനസ്സിലാക്കുന്നതിനും ഈ പഠനം വളരെ പ്രധാനമാണ്. യൂജനിക്സ് എന്നാൽ എന്താണ്? ജനസംഖ്യയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി നിയന്ത്രിത പ്രത്യുൽപാദനത്തിലൂടെ ആവശ്യമുള്ള ജനിതക സ്വഭാവസവിശേഷതകളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനം. യൂജനിക്സ് എന്നത് മനുഷ്യവർഗത്തിന്റെ ജനിതക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടുള്ള തത്വങ്ങളെയും രീതികളെയും കുറിച്ചുള്ള പഠനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യുൽപാദനത്തിലൂടെ അഭികാമ്യമായ സ്വഭാവസവിശേഷതകൾ പ്രോത്സാഹിപ്പിക്കാനും അല്ലാത്തവ ഒഴിവാക്കാനും ഇത് ശ്രമിക്കുന്നു. എന്നാൽ ഇതിന് ധാർമ്മികവും സാമൂഹികവുമായ നിരവധി വെല്ലുവിളികളും വിമർശനങ്ങളുമുണ്ട്. എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രാണികളെക്കുറിച്ചുള്ള പഠനം. എൻഡമോളജി എന്നത് പ്രാണികളെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്.
അവയുടെ ഘടന, സ്വഭാവം, പരിണാമം, ആവാസവ്യവസ്ഥയിലെ പങ്ക് എന്നിവയെല്ലാം ഈ പഠനത്തിൽ ഉൾപ്പെടുന്നു. കൃഷി, ആരോഗ്യം, പരിസ്ഥിതി എന്നിവയിൽ പ്രാണികൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ ഈ പഠനം വളരെ നിർണായകമാണ്. എപ്പിഡെമിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഒരു ജനവിഭാഗത്തിൽ രോഗങ്ങളുടെയും മറ്റു ഘടകങ്ങളുടെയും വ്യാപനത്തെയും അവയുടെ നിയന്ത്രണ സാധ്യതകളെയും കുറിച്ചുള്ള പഠനം. എപ്പിഡെമിയോളജി എന്നത് ഒരു ജനവിഭാഗത്തിൽ രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ വ്യാപനം, കാരണങ്ങൾ, നിയന്ത്രണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ആരോഗ്യശാസ്ത്രശാഖയാണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും രോഗങ്ങൾക്കുള്ള പ്രതിവിധികൾ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. രോഗവ്യാപനം തടയുന്നതിനുള്ള നയരൂപീകരണത്തിനും ഈ പഠനം നിർണായകമാണ്. ജനറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ജനിതക സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം. ജനറ്റിക്സ് എന്നത് ജീവികളിലെ പാരമ്പര്യത്തെയും ജീനുകളെയും കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് ജനിതക വിവരങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഈ വിവരങ്ങൾ ജീവികളുടെ സ്വഭാവസവിശേഷതകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ പഠനം വിശദീകരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിലും കൃഷിയിലും ബയോടെക്നോളജിയിലും ജനറ്റിക്സിന് നിർണായകമായ പങ്കുണ്ട്. ജനിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കുടുംബചരിത്രത്തെയും അവയുടെ വംശാവലി കണ്ടെത്തുന്നതിനെയും കുറിച്ചുള്ള പഠനം. ജനിയോളജി എന്നത് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വംശാവലി, ചരിത്രം, പൂർവികർ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. രേഖകൾ, വാക്കാലുള്ള ചരിത്രങ്ങൾ, ജനിതക വിശകലനം എന്നിവയിലൂടെ ഇത് കുടുംബബന്ധങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. സാംസ്കാരികവും ചരിത്രപരവുമായ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ പഠനം സഹായകമാണ്. ഗൈനക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പഠനം. ഗൈനക്കോളജി എന്നത് സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു വൈദ്യശാസ്ത്രശാഖയാണ്. ഗർഭകാല പരിചരണം, പ്രസവം, ആർത്തവ ക്രമക്കേടുകൾ, മറ്റ് സ്ത്രീരോഗങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ പഠനം അത്യന്താപേക്ഷിതമാണ്. ജിയോണമി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള പഠനം. ജിയോണമി എന്നത് ഭൂമിയുടെ ആന്തരിക ഘടന, രൂപീകരണം, ചലനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഭൂമിയുടെ കാന്തികക്ഷേത്രം തുടങ്ങിയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങളെയും ഭൂഗർഭ വിഭവങ്ങളെയും കുറിച്ച് അറിയാനും ജിയോണമി പ്രധാനമാണ്. ഭൂമിശാസ്ത്രം, ജിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂമിയുടെ ഭൗതികാവസ്ഥകളെക്കുറിച്ചുള്ള പഠനം, ഘടന, പദാർത്ഥങ്ങൾ, പ്രക്രിയകൾ. ഭൂമിയുടെ ഘടന, പദാർത്ഥങ്ങൾ, ഭൗതിക പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോളജി. ഭൂമിയുടെ രൂപീകരണം, മാറ്റങ്ങൾ, പ്രകൃതിവിഭവങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ശാസ്ത്രശാഖ സഹായിക്കുന്നു. ജിയോഗണി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂമിയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനം. ഭൂമിയുടെ ഉത്ഭവത്തെയും രൂപീകരണ പ്രക്രിയകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഗണി. ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശഗോളങ്ങളുടെയും രൂപീകരണ തത്വങ്ങളെക്കുറിച്ചും ഇത് ഉൾക്കൊള്ളുന്നു. ജിയോഗ്നസി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭൂമിയിലെ പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഭൂമിയിലെ പാറകൾ, ധാതുക്കൾ, മണ്ണിന്റെ ഘടന തുടങ്ങിയവയുടെ സ്വഭാവത്തെയും വിതരണത്തെയും കുറിച്ച് ജിയോഗ്നോസി പഠിക്കുന്നു. ജിയോളജിയുടെ ഒരു ഉപവിഭാഗമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഹീമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രക്തത്തെയും രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം. രക്തം രൂപപ്പെടുന്ന അവയവങ്ങൾ, രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹെമറ്റോളജി. രക്തത്തിലെ കോശങ്ങളുടെ ഘടനയും പ്രവർത്തനവും ഇത് വിശകലനം ചെയ്യുന്നു. ഹെപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കരൾ, പിത്താശയം എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള പഠനം. കരൾ, പിത്താശയം, പിത്തനാളങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹെപ്പറ്റോളജി. മഞ്ഞപ്പിത്തം, സിറോസിസ് തുടങ്ങിയ രോഗങ്ങളെ ഇത് കൈകാര്യം ചെയ്യുന്നു. ഹിസ്റ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കലകളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനം.
സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും കലകളുടെ സൂക്ഷ്മഘടനയെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. ഇത് കോശങ്ങളുടെ ക്രമീകരണം, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഹെർപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉഭയജീവികളെയും ഉരഗങ്ങളെയും കുറിച്ചുള്ള പഠനം. തവളകൾ, സലമാണ്ടറുകൾ, പാമ്പുകൾ, പല്ലികൾ, മുതലകൾ തുടങ്ങിയ ഉഭയജീവികളുടെയും ഉരഗങ്ങളുടെയും ജീവശാസ്ത്രപരമായ പഠനമാണ് ഹെർപ്പറ്റോളജി. അവയുടെ പരിസ്ഥിതി, സ്വഭാവം, സംരക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഹൈഡ്രോപോണിക്സ് എന്നാൽ എന്ത്? മണ്ണ് ഉപയോഗിക്കാതെ വെള്ളത്തിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതി. മണ്ണ് ഉപയോഗിക്കാതെ പോഷകലായനികളടങ്ങിയ വെള്ളത്തിൽ സസ്യങ്ങൾ വളർത്തുന്ന ആധുനിക കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇത് ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ഉത്പാദിപ്പിക്കാനും സഹായിക്കുന്നു. ഹൈഡ്രോപ്പതി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? വെള്ളം ഉപയോഗിച്ച് രോഗങ്ങൾ ചികിത്സിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനം. വെള്ളം ഉപയോഗിച്ച് രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ചികിത്സാരീതികളെക്കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോപ്പതി. ചൂടുവെള്ളം, തണുത്ത വെള്ളം, ആവി തുടങ്ങിയവ ഉപയോഗിച്ച് ശരീരത്തിലെ വേദനകൾക്കും രോഗങ്ങൾക്കും ആശ്വാസം നൽകുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഹൈഡ്രോതെറാപ്പി എന്നാൽ എന്ത്? വെള്ളം ഉപയോഗിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. വെള്ളം ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഭൗതിക ചികിത്സാ രീതിയാണ് ഹൈഡ്രോതെറാപ്പി. പേശിവേദന കുറയ്ക്കുന്നതിനും സന്ധികളുടെ ചലനം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ്. ഹോറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സമയത്തെക്കുറിച്ചുള്ള പഠനം. ഹോറോളജി എന്നത് സമയത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് സമയം അളക്കുന്ന ഉപകരണങ്ങളായ ക്ലോക്കുകൾ, വാച്ചുകൾ എന്നിവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഉൾപ്പെടുന്നു. ശാസ്ത്രീയവും സാങ്കേതികവുമായ ഈ പഠനശാഖ സമയത്തിന്റെ കൃത്യമായ കണക്കെടുപ്പിനും ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഹോളോഗ്രഫി എന്നാൽ എന്താണ്? ലേസറുകൾ ഉപയോഗിച്ച് ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന കല. ഹോളോഗ്രഫി എന്നത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ത്രിമാന ചിത്രം, ഹോളോഗ്രാം നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യയാണ്. ഇതിന് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം ഉപയോഗിച്ച് ചിത്രത്തിന്റെ ആഴവും വീതിയും ഉയരവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും. ഇത് സുരക്ഷാ അടയാളങ്ങളിലും വിവരസംരക്ഷണത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നു. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ ഏകദേശം 1,88,000 തടാകങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതലാണ്. ഈ തടാകങ്ങൾ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രധാന ഭാഗമാണ്, കൂടാതെ അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫിൻലാൻഡിനെ 1000 തടാകങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത്. പ്രഭാതശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? കൊറിയ, കിഴക്കൻ ഏഷ്യ. കൊറിയയുടെ പ്രശാന്തമായ പ്രകൃതി സൗന്ദര്യം, പ്രത്യേകിച്ചും പർവ്വതങ്ങളും നദികളും, കൂടാതെ അതിന്റെ ശാന്തമായ ജനതയെയും പ്രതിഫലിക്കുന്ന ഒരു വിശേഷണമാണിത്. ഇത് കൊറിയയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നു, പ്രത്യേകിച്ച് പുരാതന കാലത്ത് അവർ തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ ശ്രമിച്ചതിനെയും സൂചിപ്പിക്കാം. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ജപ്പാൻ, കിഴക്കൻ ഏഷ്യ. ജപ്പാന്റെ പേര് നിപ്പോൺ അല്ലെങ്കിൽ നെഹോൻ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതിനർത്ഥം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സൂര്യന്റെ ഉറവിടം എന്നാണ്. ചൈനയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാലും അവിടെ സൂര്യൻ ആദ്യം ഉദിക്കുന്നതിനാലുമാണ് ഈ പേര് ലഭിച്ചത്. ജപ്പാനിലെ ദേശീയ പതാകയിലും ഉദയസൂര്യനെ ചിത്രീകരിക്കുന്നു. അസ്തമയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? UK, പടിഞ്ഞാറൻ യൂറോപ്പ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ സൂചിപ്പിക്കുന്ന ഒരു വിശേഷണമായിരുന്നു ഇത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പ്രശസ്തമായ പ്രയോഗം പോലെ. ലോകത്തിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒന്നായതുകൊണ്ടും ജപ്പാൻ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നതിനാലും താരതമ്യേന പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന യുകയെ അസ്തമയ സൂര്യന്റെ നാട് എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്. അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? നോർവേ, വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പ്. നോർവേ ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. വേനൽക്കാലത്ത് ആർട്ടിക് സർക്കിളിന് വടക്കുള്ള പ്രദേശങ്ങളിൽ 24 മണിക്കൂറും സൂര്യൻ അസ്തമിക്കാതെ ആകാശത്ത് കാണാൻ സാധിക്കും.
ഇത് നോർവേയുടെ തനതായ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ്. തുലിപ്പുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? നെതർലാൻഡ്സ്, പടിഞ്ഞാറൻ യൂറോപ്പ്. തുലിപ്പ് പൂക്കൾ നെതർലാൻഡ്സുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നെതർലാൻഡ്സ് ലോകത്തിലെ ഏറ്റവും വലിയ തുലിപ്പ് ഉൽപ്പാദകരും കയറ്റുമതിക്കാരും കൂടിയാണ്. ഓരോ വസന്തകാലത്തും ലക്ഷക്കണക്കിന് തുലിപ്പ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? തായ്ലൻഡ്, ഏഷ്യ. തായ്ലൻഡിലെ സംസ്കാരത്തിൽ വെള്ളാനകൾക്ക് വലിയ പവിത്രതയുണ്ട്. അവ രാജകീയ അധികാരത്തിന്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ നിയമപ്രകാരം കണ്ടെത്തുന്ന എല്ലാ വെള്ളാനകളെയും രാജാവിന് സമർപ്പിക്കണം. ഈ ആദരവും പ്രാധാന്യവുമാണ് തായ്ലൻഡിന് വെള്ളാനകളുടെ നാട് എന്ന പേര് നേടിക്കൊടുത്തത്. ഇടിമിന്നൽ വ്യാളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഭൂട്ടാൻ, ഏഷ്യ. ഭൂട്ടാന്റെ പ്രാദേശിക ഭാഷയായ സോങ്കയിൽ ദസോങ്ഖ ഭൂട്ടാനെ ഡ്രുഗയുൽ ഡ്രക് വായുൽ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം ഇടിമിന്നൽ വ്യാളിയുടെ നാട് എന്നാണ്. ഹിമാലയൻ താഴ്വരകളിലുണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റുകളും ഇടിമിന്നലുകളും ഒരു വ്യാളിയുടെ ഗർജനമായി അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഭൂട്ടാന്റെ ദേശീയ പതാകയിലും വ്യാളിയുടെ ചിത്രം കാണാം. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് താൽക്കാലിക വ്യവസ്ഥകൾ നൽകിയിരുന്നതും ഇപ്പോൾ മിക്കവാറും പ്രവർത്തനരഹിതവുമായ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 370. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരുന്ന അനുച്ഛേദം 370 ഇപ്പോൾ വലിയ തോതിൽ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. 2019 ഓഗസ്റ്റിൽ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഇതിന്റെ മിക്ക വ്യവസ്ഥകളും റദ്ദാക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം നടപ്പിലാക്കുകയും ചെയ്തു. ഇതിലൂടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. ഈ പ്രദേശം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 371. അനുച്ഛേദം 371 മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. ഈ വ്യവസ്ഥകൾ ആ പ്രദേശങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രാദേശിക വികസനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഇത് ഈ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക പ്രദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൽ ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? പ്രകൃതി തത്വചിന്ത, നാച്ചുറൽ ഫിലോസഫി. പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൽ ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും പ്രകൃതി തത്വചിന്ത, നാച്ചുറൽ ഫിലോസഫി എന്നായിരുന്നു പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങളെ ഇത് ഉൾക്കൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് DST സ്ഥാപിച്ചത് എന്ന്? 1975 ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DST 1975 സ്ഥാപിക്കപ്പെട്ടത്. രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനവും പ്രോത്സാഹനവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗവേഷണങ്ങൾക്കും വിവിധ ശാസ്ത്ര പദ്ധതികൾക്കും ധനസഹായം നൽകുകയും സാങ്കേതികവിദ്യാ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നതിൽ ഈ വകുപ്പ് പ്രധാന പങ്ക് വഹിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് DST ഏതു മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് DST കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണങ്ങളെയും സാങ്കേതികവിദ്യാ വികസനത്തെയും ഏകോപിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മന്ത്രാലയത്തിന്റെ പ്രധാന ചുമതല. രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ഇത് നിർണായകമായ സംഭാവനകൾ നൽകുന്നു. 1958 ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ നയം സ്റ്റെപ്പ് ആവിഷ്കരിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1958 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക നയം പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്തിന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ വികസനത്തിന് അടിത്തറയിട്ടു. ശാസ്ത്രീയ ഗവേഷണങ്ങളെയും വ്യാവസായിക വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. 1958 ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ നയവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു?
ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യൻ ആണവോർജ്ജ പരിപാടിയുടെ പിതാവായി അറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ഭാഭ 1958-ലെ ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്ര, സാങ്കേതിക നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നെഹ്റുവിനൊപ്പം അദ്ദേഹം ഇന്ത്യയുടെ ശാസ്ത്രീയ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തി. 1983-ലെ സാങ്കേതിക നയ പ്രസ്താവന പ്രഖ്യാപിച്ചത് ആരായിരുന്നു? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1983-ൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ സാങ്കേതിക നയ പ്രസ്താവന പ്രഖ്യാപിച്ചു. ആഭ്യന്തര സാങ്കേതികവിദ്യയുടെ വികസനത്തിനും ഇറക്കുമതി ചെയ്യുന്ന സാങ്കേതികവിദ്യയുടെ ശ്രദ്ധാപൂർവമായ തിരഞ്ഞെടുപ്പിനും ഈ നയം ഊന്നൽ നൽകി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്വയംപര്യാപ്തത ഉറപ്പാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 1983-ലെ സാങ്കേതിക നയ പ്രസ്താവന പ്രഖ്യാപിച്ച 70 സ്വരചിഹ്നം ആമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു? തിരുപ്പതി, ആന്ധ്രാപ്രദേശ്. 1983-ലെ 70 സ്വരചിഹ്നം ആമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ വെച്ച് നടന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സാങ്കേതിക നയ പ്രസ്താവന പ്രഖ്യാപിച്ചത്. ഇത് രാജ്യത്തിന്റെ സാങ്കേതിക വികസനത്തിന് പുതിയ ദിശാബോധം നൽകി. 2003-ലെ ശാസ്ത്ര സാങ്കേതിക നയം പ്രഖ്യാപിച്ചത് എവിടെയായിരുന്നു? ബംഗളൂരു, കർണാടക. 2003-ലെ ശാസ്ത്ര സാങ്കേതിക നയം കർണാടകയിലെ ബംഗളൂരുവിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത്. ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയെ ഒരു ആഗോള ശാസ്ത്ര സാങ്കേതിക ശക്തിയാക്കി മാറ്റുന്നതിനും ഈ നയം ലക്ഷ്യമിട്ടു. 2013-ലെ ശാസ്ത്ര, സാങ്കേതിക, ഇന്നൊവേഷൻ നയം അവതരിപ്പിച്ചത് ആരായിരുന്നു? പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. 2013-ൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ശാസ്ത്ര, സാങ്കേതിക, ഇന്നൊവേഷൻ നയം അവതരിപ്പിച്ചു. സാമ്പത്തിക വളർച്ച, സാമൂഹിക ഉൾക്കൊള്ളൽ, പരിസ്ഥിതി സുസ്ഥിരത എന്നിവ കൈവരിക്കുന്നതിന് ശാസ്ത്രീയ ഗവേഷണങ്ങളെയും സാങ്കേതികവിദ്യയെയും ഇന്നൊവേഷനെയും പ്രയോജനപ്പെടുത്താൻ ഈ നയം ഊന്നൽ നൽകി. 2013-ലെ ശാസ്ത്ര, സാങ്കേതിക, ഇന്നൊവേഷൻ നയം ഏത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത്? കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ 100ാം സമ്മേളനത്തിൽ. 2013-ലെ ശാസ്ത്ര, സാങ്കേതിക, ഇന്നൊവേഷൻ നയം കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ 100ാം ശതാബ്ദി സമ്മേളനത്തിൽ വെച്ചാണ് അവതരിപ്പിച്ചത്. ഇത് രാജ്യത്തിന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയായിരുന്നു. ഇന്ത്യ നൂതനത്വത്തിന്റെ ദശകം ഡെക്കേഡ് ഓഫ് ഇന്നൊവേഷൻ ആയി പ്രഖ്യാപിച്ചത് ഏത് കാലഘട്ടമാണ്? 2010 മുതൽ 2020 വരെ. ഇന്ത്യ 2010 മുതൽ 2020 വരെ കാലഘട്ടത്തെ നൂതനത്വത്തിന്റെ ദശകം ആയി പ്രഖ്യാപിച്ചു. ഈ സംരംഭം രാജ്യത്ത് ഗവേഷണവും വികസനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടു. സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ നേരിടുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിച്ചു. ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 പുറത്തിറക്കിയത് എപ്പോഴാണ്? 2016 ജനുവരി. ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035-2016 ജനുവരിയിൽ പുറത്തിറക്കി. രാജ്യത്തിന്റെ ദീർഘകാല സാങ്കേതിക കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ സാങ്കേതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇത് ലക്ഷ്യമിട്ടു. ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 പുറത്തിറക്കിയത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2016 ജനുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 പുറത്തിറക്കിയത്. 6 വർഷത്തിനുള്ളിൽ ഓരോ ഇന്ത്യക്കാരനും മികച്ച ജീവിതം ഉറപ്പാക്കാൻ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂപ്രിന്റ് ഈ രേഖ നൽകി. 2035-ലെ സാങ്കേതികവിദ്യ ദർശനരേഖ ടെക്നോളജി വിഷൻ 2035 ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. 2035-ലെ സാങ്കേതികവിദ്യ ദർശനരേഖ ഇന്ത്യയുടെ ഭാവിയിലെ സാങ്കേതിക ആവശ്യകതകളും ലക്ഷ്യങ്ങളും രൂപകൽപ്പന ചെയ്യുന്ന ഒരു സുപ്രധാന രേഖയാണ്. ഇത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള സമർപ്പണമായി പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും രാജ്യത്തിന് നൽകിയ സംഭാവനകളും ഇതിലൂടെ ആദരിക്കുന്നു.
2035 സാങ്കേതികവിദ്യ ദർശനരേഖയുമായി ടെക്നോളജി വിഷൻ 2035 ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ ടിഫാക്. ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ ടിഫാക് ആണ് 2035 സാങ്കേതികവിദ്യ ദർശനരേഖ തയ്യാറാക്കിയത്. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ സ്ഥാപനം രാജ്യത്തിന്റെ സാങ്കേതികവിദ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രവചനങ്ങളും വിലയിരുത്തലുകളും നടത്തുന്നു. ഇത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് വഴികാട്ടിയാകുന്നു. 2035 സാങ്കേതികവിദ്യ ദർശനരേഖ പ്രകാരം എത്ര വിഷയമേഖലകളാണ് തെമാറ്റിക് ഏരിയാസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്? 12. 2035 സാങ്കേതികവിദ്യ ദർശനരേഖയിൽ 12 പ്രധാന വിഷയമേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യം, ജലം, ഊർജ്ജം, പരിസ്ഥിതി, പാർപ്പിടം, സുരക്ഷ, പൊതുഗതാഗതം, ശുചിത്വം, സുരക്ഷിതമായ സൈബർ ഇടങ്ങൾ, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ പ്രയോഗം ഭാവി ഇന്ത്യയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനായി 9 ദേശീയ ശാസ്ത്ര സാങ്കേതിക ദൗത്യങ്ങൾ നാഷണൽ മിഷൻസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകരിച്ച ഏജൻസി ഏതാണ്? പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ ഉപദേശക സമിതി. ഇന്ത്യയുടെ സുസ്ഥിര വികസനത്തിനായി 9 ദേശീയ ശാസ്ത്ര സാങ്കേതിക ദൗത്യങ്ങൾ രൂപീകരിച്ചത് പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ ഉപദേശക സമിതി ആണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ രാജ്യത്തിന് നേരിടേണ്ടിവരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും ഈ ദൗത്യങ്ങൾ ലക്ഷ്യമിടുന്നു. ഇത് രാജ്യത്തിന്റെ ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ ഉപദേശക സമിതി എത്ര ദേശീയ ശാസ്ത്ര സാങ്കേതിക ദൗത്യങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്? 9. പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ ഉപദേശക സമിതി 9 ദേശീയ ശാസ്ത്ര സാങ്കേതിക ദൗത്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ കൃത്രിമബുദ്ധി, AI, ജൈവവൈവിധ്യം, ക്വാണ്ടം സാങ്കേതികവിദ്യ, ആഴക്കടൽ പര്യവേക്ഷണം, ശുദ്ധമായ ഊർജ്ജം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്നു. ഈ ദൗത്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും നിർണായകമായ സംഭാവനകൾ നൽകാൻ ലക്ഷ്യമിടുന്നു. സ്റ്റെം മേഖലകളിൽ ലീക്കി പൈപ്പ്ലൈൻ എന്ന രൂപകം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റെം മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം, സ്റ്റെം എന്നീ മേഖലകളിൽ വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നുണ്ടെങ്കിലും ഉയർന്ന തലങ്ങളിലെത്തുമ്പോൾ അവരുടെ പ്രാതിനിധ്യം കുറയുന്നതിനെയാണ് ലീക്കി പൈപ്പ്ലൈൻ എന്ന രൂപകം വിവരിക്കുന്നത്. ഈ പ്രതിഭാസം തൊഴിലിടങ്ങളിലെ വിവേചനം, സാമൂഹിക സമ്മർദ്ദം, കരിയർ കുടുംബം സന്തുലനം തുടങ്ങിയ കാരണങ്ങളാൽ സംഭവിക്കാം. ഇത് രാജ്യത്തിന്റെ മാനവ വിഭവശേഷിക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡിന് അർഹനാകാനുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഉയർന്ന പ്രായപരിധി എത്രയാണ്? 45 വയസ്സിൽ താഴെ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ പുരസ്കാരങ്ങളിലൊന്നാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ആണ് ഈ പുരസ്കാരം നൽകുന്നത്. 45 വയസ്സിൽ താഴെയുള്ള യുവ ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളിൽ അവർ നൽകിയ മികച്ച സംഭാവനകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് പ്രധാനമായും നൽകുന്ന സ്ഥാപനം ഏതാണ്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ആണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും വിവിധ മേഖലകളിൽ മികച്ച ഗവേഷണങ്ങൾ നടത്തുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായാണ് ഈ പുരസ്കാരം സ്ഥാപിച്ചത്. CSIRന്റെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്ന ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗറിന്റെ ഓർമ്മയ്ക്കായാണ് ഈ അവാർഡ്. ബയോടെക്നോളജിയുടെ അടിസ്ഥാനപരമായ നിർവചനം എന്താണ്? സൂക്ഷ്മാണുക്കൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജൈവ പ്രക്രിയകൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്നത് ജീവജാലങ്ങളെയും അവയുടെ ഘടകങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യരാശിക്ക് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. കൃഷി, മരുന്ന്, പരിസ്ഥിതി സംരക്ഷണം, വ്യവസായം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നു.
ജനിതക എഞ്ചിനീയറിംഗ്, ടിഷ്യൂ കൾച്ചർ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുന്നു. ലക്ഷ്യമിടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാങ്കേതികവിദ്യ ഏതാണ്? ജീൻ എഞ്ചിനീയറിംഗ്, DNA റീകോമ്പിനന്റ് സാങ്കേതികവിദ്യ. ലക്ഷ്യമിടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാങ്കേതികവിദ്യയാണ് ജീൻ എഞ്ചിനീയറിംഗ് അഥവാ DNA റീകോമ്പിനന്റ് സാങ്കേതികവിദ്യ. ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ജീനുകളെ മാറ്റിവെച്ചോ, പുതിയ ജീനുകൾ നിർമ്മിച്ചോ, നിലവിലുള്ള ജീനുകളെ മാറ്റം വരുത്തിയോ ആവശ്യമുള്ള ഗുണങ്ങൾ കൈവരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇൻസുലിൻ ഉത്പാദനം, വിളകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ജൈവവസ്തുക്കളുടെ കൈമാറ്റത്തെ അടിസ്ഥാനമാക്കി ബയോടെക്നോളജിയെ പ്രധാനമായും എത്ര തരം തിരിക്കാം? ജീൻ ബയോടെക്നോളജി, നോൺ ജീൻ ബയോടെക്നോളജി. ബയോടെക്നോളജി എന്നത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജീവജാലങ്ങളെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനോ പരിഷ്കരിക്കാനോ ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖയാണ്. ജൈവവസ്തുക്കളുടെ കൈമാറ്റത്തെ അടിസ്ഥാനമാക്കി ഇതിനെ ജീൻ ബയോടെക്നോളജി എന്നും നോൺ ജീൻ ബയോടെക്നോളജി എന്നും പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ജീൻ ബയോടെക്നോളജിയുടെ പ്രധാന സവിശേഷത എന്താണ്? ഇത് ജീൻ കൈമാറ്റത്തിൽ ഉൾപ്പെടുന്നു. ജീൻ ബയോടെക്നോളജി എന്നത് ജീൻ എഡിറ്റിംഗ്, ജീൻ തെറാപ്പി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്ന ശാസ്ത്രശാഖയാണ്. ജീൻ കൈമാറ്റം ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. നോൺ ജീൻ ബയോടെക്നോളജിയിൽ പ്രധാനമായും എന്താണ് ഉൾപ്പെടുന്നത്? ഇത് പ്രധാനമായും കോശങ്ങൾ, ടിഷ്യൂകൾ അല്ലെങ്കിൽ മുഴുവൻ അവയവങ്ങൾ എന്നിവയുടെ കൈമാറ്റമോ മാറ്റങ്ങളോ ഉൾക്കൊള്ളുന്നു. നോൺ ജീൻ ബയോടെക്നോളജിയിൽ ജീൻ കൈമാറ്റം ഉൾപ്പെടുന്നില്ല. പകരം കോശങ്ങൾ, ടിഷ്യൂകൾ അല്ലെങ്കിൽ മുഴുവൻ അവയവങ്ങൾ എന്നിവയുടെ കൈമാറ്റം, വളർത്തൽ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടിഷ്യൂ കൾച്ചർ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനുദാഹരണമാണ്. ബയോടെക്നോളജിയെ അതിന്റെ പ്രയോഗമേഖലകളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്ന ഒരു ഉപശാഖയുടെ പേര് നൽകുക. റെഡ് ബയോടെക്നോളജി. ബയോടെക്നോളജിയെ അതിന്റെ പ്രയോഗമേഖലകളെ അടിസ്ഥാനമാക്കി പല നിറങ്ങളിലുള്ള ഉപശാഖകളായി തരംതിരിച്ചിട്ടുണ്ട്. അവയിൽ ഒന്നാണ് റെഡ് ബയോടെക്നോളജി. ഇത് പ്രധാനമായും വൈദ്യശാസ്ത്ര മേഖലയിലെ ഗവേഷണങ്ങൾക്കും വികസനത്തിനും ഉപയോഗിക്കുന്നു. മരുന്ന് ഉത്പാദനം അല്ലെങ്കിൽ ടിഷ്യൂ പുനരുജ്ജീവനം എന്നിവയ്ക്കായി സ്റ്റെം സെല്ലുകൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ നടപടിക്രമങ്ങളുമായി പ്രാഥമികമായി ബന്ധപ്പെട്ട ബയോടെക്നോളജി ഏതാണ്? റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ശാസ്ത്രശാഖയാണ്. രോഗനിർണയം, മരുന്ന് ഉത്പാദനം, ജീൻ തെറാപ്പി, വാക്സിൻ നിർമ്മാണം, സ്റ്റെം സെൽ ചികിത്സ എന്നിവയെല്ലാം റെഡ് ബയോടെക്നോളജിയുടെ പരിധിയിൽ വരുന്നു. പുനരുപയോഗിക്കാവുന്ന ഉറവിടങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതിനായി എൻസൈമുകളെയും സൂക്ഷ്മാണുക്കളെയും ഉപയോഗിക്കുന്ന ബയോടെക്നോളജി ഏതാണ്? വൈറ്റ് ബയോടെക്നോളജി. വൈറ്റ് ബയോടെക്നോളജി വ്യാവസായിക ആവശ്യങ്ങൾക്കായി ജൈവ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഉത്പാദന രീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. വൈറ്റ് ബയോടെക്നോളജിയുടെ മറ്റൊരു പേരെന്താണ്? ഗ്രേ ബയോടെക്നോളജി. വൈറ്റ് ബയോടെക്നോളജി എന്നത് വ്യവസായ മേഖലയിൽ ഉപയോഗിക്കുന്ന ബയോടെക്നോളജിയാണ്. ഇത് ബയോഫ്യുവലുകൾ, ബയോപ്ലാസ്റ്റിക്കുകൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ഉത്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിനെ ഗ്രേ ബയോടെക്നോളജി എന്നും ചിലപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്. കൃഷിമേഖലയിൽ കീടങ്ങളെ പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുന്നതിനായി പ്രത്യേകം പ്രയോഗിക്കുന്ന ബയോടെക്നോളജി ഏതാണ്? ഗ്രീൻ ബയോടെക്നോളജി. ഗ്രീൻ ബയോടെക്നോളജി കാർഷിക മേഖലയിലെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിളകളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കീടങ്ങളെ പ്രതിരോധിക്കുന്ന വിളകൾ, വരൾച്ചയെ അതിജീവിക്കുന്ന സസ്യങ്ങൾ, പോഷകഗുണമുള്ള കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ വികസനത്തിൽ ഇത് പ്രധാനമാണ്. പ്രമുഖരായ ചില ഇന്ത്യൻ പുല്ലാങ്കുഴൽ വാദകർ ആരെല്ലാം? ഹരിപ്രസാദ് ചൗരസ്യ, റോണു മജുംദാർ, പന്നലാൽ ഘോഷ്. ഹരിപ്രസാദ് ചൗരസ്യ, റോണു മജുംദാർ, പന്നലാൽ ഘോഷ് എന്നിവർ ഇന്ത്യയിലെ പ്രമുഖരായ പുല്ലാങ്കുഴൽ കലാകാരന്മാരാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ശൈലിയിൽ ഇവരുടെ സംഭാവനകൾ നിസ്തുലമാണ്. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തരായ ചില ഇന്ത്യൻ സിത്താർ വാദകർ ആരെല്ലാം? പണ്ഡിറ്റ് രവിശങ്കർ, വിലായത്ത് ഖാൻ,
നിഖിൽ രഞ്ജൻ ബാനർജി. പണ്ഡിറ്റ് രവിശങ്കർ, വിലായത് ഖാൻ, നിഖിൽ രഞ്ജൻ ബാനർജി എന്നിവർ ലോകപ്രശസ്തരായ ഇന്ത്യൻ സിത്താർ വാദകരാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന് ആഗോളതലത്തിൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിൽ ഇവർ വലിയ പങ്കുവഹിച്ചു. പ്രശസ്തരായ ചില ഇന്ത്യൻ സരോദ് മാസ്ട്രോകളുടെ പേരുകൾ പറയാമോ? അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, അലാവുദ്ദീൻ ഖാൻ. അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, അലാവുദ്ദീൻ ഖാൻ എന്നിവർ ഇന്ത്യയിലെ സരോദ് വാദനത്തിലെ പ്രമുഖരാണ്. മൈഹർ ഘരാനയുടെ സ്ഥാപകനായ അലാവുദ്ദീൻ ഖാൻ സരോദിന് പുതിയ മാനങ്ങൾ നൽകി. ഈ കലാകാരന്മാർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തരായ ചില ഇന്ത്യൻ തബല വാദകർ ആരെല്ലാം? സാക്കിർ ഹുസൈൻ, അല്ലാ രഗ ഖാൻ, കിഷൻ മഹാരാജ്. സാക്കിർ ഹുസൈൻ, അദ്ദേഹത്തിന്റെ പിതാവ് അല്ലാ രഗ ഖാൻ, കിഷൻ മഹാരാജ് എന്നിവർ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലെ പ്രമുഖ തബല വാദകരാണ്. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രശസ്തനായ ഇന്ത്യൻ ഷെഹ്നായി മാസ്ട്രോ ആരാണ്? ബിസ്മില്ലാ ഖാൻ. ബിസ്മില്ലാ ഖാൻ ഇന്ത്യൻ ഷെഹ്നായി വാദനത്തിലെ ഒരു ഇതിഹാസമാണ്. 2001-ൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഷെഹ്നായി വായിച്ച ആദ്യത്തെ കലാകാരനാണ് അദ്ദേഹം. പ്രമുഖരായ ചില ഇന്ത്യൻ സന്തൂർ വാദകരുടെ പേരുകൾ പറയാമോ? ശിവകുമാർ ശർമ്മ, ഭജൻ സോപോരി. ശിവകുമാർ ശർമ്മയും ഭജൻ സോപോരിയും ഇന്ത്യയിലെ പ്രമുഖ സന്തൂർ വാദകരാണ്. കശ്മീരിലെ നാടോടി ഉപകരണമായിരുന്ന സന്തൂറിനെ ക്ലാസിക്കൽ സംഗീത രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ ശിവകുമാർ ശർമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തരായ ചില കഥക് നർത്തകർ ആരെല്ലാം? ബിർജു മഹാരാജ്, ലച്ചു മഹാരാജ്, ശോഭന നാരായൺ, സിത്താര ദേവി. ബിർജു മഹാരാജ്, ലച്ചു മഹാരാജ്, ശോഭന നാരായൺ, സിത്താര ദേവി എന്നിവർ കഥക് നൃത്തത്തിലെ പ്രമുഖരാണ്. ഉത്തർപ്രദേശിന്റെ തനത് നൃത്തരൂപമായ കഥകിന് ഇവർ അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്തരായ ചില ഒഡീസി നർത്തകരുടെ പേരുകൾ പറയാമോ? കേളുചരൺ മൊഹബത്ര, സോണൽ മാൻസിംഗ്, സംയുക്ത പാണിഗ്രാഹി. കേളുചരൺ മൊഹബത്ര, സോണൽ മാൻസിംഗ്, സംയുക്ത പാണിഗ്രാഹി എന്നിവർ ഒഡീസി നൃത്തത്തിലെ പ്രമുഖരാണ്. ഒഡീഷയുടെ തനത് നൃത്തരൂപമായ ഒഡീസിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ കേളുചരൺ മൊഹബത്ര വലിയ പങ്കുവഹിച്ചു. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്തരായ ചില കുച്ചിപ്പുടി നർത്തകർ ആരെല്ലാം? ശോഭ നായിഡു, രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി, യാമിനി കൃഷ്ണമൂർത്തി. ശോഭ നായിഡു, രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി, യാമിനി കൃഷ്ണമൂർത്തി എന്നിവർ കുച്ചിപ്പുടി നൃത്തത്തിലെ പ്രമുഖരാണ്. ആന്ധ്രാപ്രദേശിന്റെ തനത് നൃത്തരൂപമായ കുച്ചിപ്പുടിക്ക് ഇവർ വലിയ സംഭാവനകൾ നൽകി. ഇവർക്ക് പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖരായ ചില ഭരതനാട്യം നർത്തകരുടെ പേരുകൾ പറയാമോ? രുക്മിണി ദേവി അരുണ്ടേൽ, യാമിനി കൃഷ്ണമൂർത്തി, സോണൽ മാൻസിംഗ്, പത്മ സുബ്രഹ്മണ്യം. രുക്മിണി ദേവി അരുണ്ടേൽ, യാമിനി കൃഷ്ണമൂർത്തി, സോണൽ മാൻസിംഗ്, പത്മ സുബ്രഹ്മണ്യം എന്നിവർ ഭരതനാട്യം നൃത്തത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. തമിഴ്നാടിന്റെ തനത് നൃത്തരൂപമായ ഭരതനാട്യത്തിന് ഇവർ ആഗോള പ്രശസ്തി നേടിക്കൊടുത്തു. ഇവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് ആരെയാണ് കണക്കാക്കുന്നത്? കല്യാണിക്കുട്ടിയമ്മ. കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനും പ്രചാരണത്തിനും വലിയ സംഭാവനകൾ നൽകി. മോഹിനിയാട്ടത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു. ഈ നൃത്തരൂപത്തെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിലും അവർക്ക് വലിയ പങ്കുണ്ട്. മണിപ്പൂരി നൃത്തത്തിന് നൽകിയ സംഭാവനകളിലൂടെ പ്രശസ്തരായ സഹോദരിമാർ ആരെല്ലാം? ജ്വേരി സഹോദരിമാർ ദർശന, നയന, സുവർണ, രഞ്ജന. ജ്വേരി സഹോദരിമാർ മണിപ്പൂരി നൃത്തത്തിന്റെ പ്രചാരണത്തിനും വികസനത്തിനും നിർണായകമായ സംഭാവനകൾ നൽകി. അവർ ഗുരു ബിപിൻ സിംഗിന്റെ ശിഷ്യരായിരുന്നു. മണിപ്പൂരി നൃത്തത്തിന്റെ തനതായ ശൈലിയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യൻ സായുധസേനയുടെ പരമോന്നത കമാൻഡർ ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി.
ഇന്ത്യൻ ഭരണഘടനയുടെ 53(2) അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സൈനിക ശക്തിയുടെ പരമാധികാരം സിവിൽ അധികാരത്തിനാണെന്ന് ഉറപ്പാക്കുന്നു. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ആസ്ഥാനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യൻ സായുധ സേനയുടെ 3 വിഭാഗങ്ങളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ആസ്ഥാനങ്ങൾ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിനും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധത്തിനും സൗകര്യപ്രദമാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഓപ്പറേഷണൽ കമാൻഡുകളുണ്ട്? 3. ഇന്ത്യൻ നാവികസേനയ്ക്ക് 3 ഓപ്പറേഷണൽ കമാൻഡുകളാണുള്ളത്. ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണം, വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈ, സതേൺ നേവൽ കമാൻഡ് കൊച്ചി. ഈ കമാൻഡുകൾ അതത് മേഖലകളിലെ നാവിക പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നു. ഇന്ത്യൻ കരസേനയുടെ ട്രെയിനിംഗ് കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷിംല. ഇന്ത്യൻ കരസേനയുടെ പരിശീലന കമാൻഡിന്റെ ARTRAC ആസ്ഥാനം ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. കരസേനയുടെ പരിശീലന സിദ്ധാന്തങ്ങളും നയങ്ങളും വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഈ കമാൻഡ് നേതൃത്വം നൽകുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? ഷില്ലോങ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സുരക്ഷയ്ക്കും ഈ കമാൻഡ് നേതൃത്വം നൽകുന്നു. ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയിലെ ഏറ്റവും ഉയർന്ന കമ്മീഷൻഡ് ഓഫീസർ പദവികൾ യഥാക്രമം ഏതെല്ലാം? ജനറൽ, കരസേന, എയർ ചീഫ് മാർഷൽ, വ്യോമസേന, അഡ്മിറൽ, നാവികസേന. ഇന്ത്യൻ സായുധ സേനയിലെ ഓരോ വിഭാഗത്തിലെയും ഏറ്റവും ഉയർന്ന കമ്മീഷൻഡ് പദവികൾ ഇവയാണ്. ഈ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അതാത് സേനാ വിഭാഗങ്ങളെ നയിക്കുകയും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ നേവൽ അക്കാദമി (INA) എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ, കേരളം. ഇന്ത്യൻ നേവൽ അക്കാദമി (INA) ഏഴിമല, കണ്ണൂർ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും ഭാവി ഓഫീസർമാർക്ക് ഇവിടെയാണ് സമഗ്രമായ പരിശീലനം നൽകുന്നത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമികളിലൊന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പരിശീലന സ്ഥാപനമായ എയർഫോഴ്സ് അക്കാദമി ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഉന്നത പരിശീലന കേന്ദ്രമായ എയർഫോഴ്സ് അക്കാദമി തെലങ്കാനയിലെ ഹൈദരാബാദിനടുത്തുള്ള ദുണ്ടിഗലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാർക്കും മറ്റ് കമ്മീഷൻഡ് ഓഫീസർമാർക്കും പരിശീലനം നൽകുന്നത്. ഇന്ത്യയുടെ പ്രമുഖ ത്രിസേന അക്കാദമിയായ നാഷണൽ ഡിഫൻസ് അക്കാദമി (NDA) എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കടക്വാസ്ല, പൂനെ. നാഷണൽ ഡിഫൻസ് അക്കാദമി (NDA) പൂനെയിലെ കടക്വാസ്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രമുഖ സംയുക്ത സേനാ പരിശീലന സ്ഥാപനമാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലേക്കുള്ള കേഡറ്റുകൾക്ക് ഇവിടെ വെച്ച് പ്രാരംഭ പരിശീലനം നൽകുന്നു. ലോകത്തിലെ ആദ്യത്തെ ത്രിസേന അക്കാദമി കൂടിയാണിത്. ഇന്ത്യൻ കരസേനയുടെ ഏത് പ്രശസ്തമായ ഓഫീസർ പരിശീലന അക്കാദമിയാണ് ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി (IMA). ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമി (IMA) ഇന്ത്യൻ കരസേനയിലെ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന സ്ഥാപനമാണ്. 1932-ൽ സ്ഥാപിതമായ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലേക്ക് മികച്ച നേതൃത്വത്തെ സംഭാവന ചെയ്യുന്നു. എല്ലാ വർഷവും നിരവധി ഓഫീസർമാർ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. നാഷണൽ കേഡറ്റ് കോർപ്സ് (NCC) എപ്പോഴാണ് സ്ഥാപിതമായത്? അതിന്റെ ആപ്തവാക്യം എന്താണ്? നാഷണൽ കേഡറ്റ് കോർപ്സ് (NCC) 1948-ൽ സ്ഥാപിതമായി. അതിന്റെ ആപ്തവാക്യം ഐക്യവും അച്ചടക്കവും, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നതാണ്. 1948-ൽ സ്ഥാപിതമായ നാഷണൽ കേഡറ്റ് കോർപ്സ് (NCC) രാജ്യത്തെ യുവാക്കൾക്കിടയിൽ അച്ചടക്കവും ദേശസ്നേഹവും വളർത്താൻ ലക്ഷ്യമിടുന്നു. ഐക്യവും അച്ചടക്കവും, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്ന ആപ്തവാക്യം NCCയുടെ പ്രധാന ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും പ്രതിഫലിക്കുന്നു. ഇത് യുവജനങ്ങളെ സൈനിക ജീവിതത്തിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ BSF സ്ഥാപക വർഷം ഏതാണ്? അതിന്റെ പ്രധാന പങ്ക് എന്താണ്?
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF 1965-ൽ സ്ഥാപിതമായി. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ പ്രധാന പങ്ക്. 1965-ൽ രൂപീകൃതമായ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഇന്ത്യയുടെ കര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായുമുള്ള അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന BSF നുഴഞ്ഞുകയറ്റം തടയുകയും അതിർത്തി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഇത് ഒഴിച്ചുകൂടാനാവാത്ത സേനയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗം ഏതാണ്? അത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് സ്ഥാപിതമായത്? ആസാം റൈഫിൾസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗം. ഇത് യഥാർത്ഥത്തിൽ 1835-ൽ കച്ചാർ ലെവി എന്ന പേരിൽ സ്ഥാപിതമായി. 1835-ൽ കച്ചാർ ലെവി എന്ന പേരിൽ സ്ഥാപിതമായ ആസാം റൈഫിൾസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയിലും ക്രമസമാധാന പാലനത്തിലും ഈ സേനയ്ക്ക് നിർണായക പങ്കുണ്ട്. ഈ മേഖലയിലെ ഗോത്രവർഗക്കാരും ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നാച്ചുറൽ ഹിസ്റ്ററി എന്ന മൗലിക ഗ്രന്ഥം രചിച്ചത് ആര്? പ്ലിനി ദി എൽഡർ. റോമൻ എഴുത്തുകാരനും പ്രകൃതിശാസ്ത്രജ്ഞനുമായിരുന്ന പ്ലിനി ദി എൽഡർ രചിച്ച വിജ്ഞാനകോശ സ്വഭാവമുള്ള കൃതിയാണ് നാച്ചുറൽ ഹിസ്റ്ററി. പുരാതന ലോകത്തിലെ സസ്യങ്ങൾ, മൃഗങ്ങൾ, ഭൂമിശാസ്ത്രം, കല, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു പ്രധാന ഉറവിടാണിത്. ദി സോങ് ഓഫ് ഹിയാവ, പോയംസ് ഓൺ സ്ലേവറി എന്നിവ രചിച്ചത് ആര്? ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ. പ്രശസ്ത അമേരിക്കൻ കവിയായിരുന്ന ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ദി സോങ് ഓഫ് ഹിയാവ യും പോയംസ് ഓൺ സ്ലേവറി യും. അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ലളിതമായ ശൈലിയും ആഴത്തിലുള്ള വിഷയങ്ങളും പ്രത്യേകതയാണ്. ഡാന്തെ അലിഗിയേരി രചിച്ച ഇതിഹാസ കാവ്യം ഏതാണ്? ദി ഡിവൈൻ കോമഡി. മധ്യകാല ഇറ്റാലിയൻ കവിയായിരുന്ന ഡാന്തെ അലിഗിയേരിയുടെ മാസ്റ്റർപീസാണ് ദി ഡിവൈൻ കോമഡി. നരകം, ശുദ്ധീകരണസ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ഈ കാവ്യം പാശ്ചാത്യ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇലിയഡ്, ഓഡീസി എന്നീ ഇതിഹാസ കാവ്യങ്ങൾ രചിച്ചതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് ആരെയാണ്? ഹോമർ. പുരാതന ഗ്രീക്ക് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡ്, ഓഡീസി എന്നിവ. ഇവയുടെ രചയിതാവായി ഹോമറെയാണ് പരമ്പരാഗതമായി കണക്കാക്കുന്നത്. പാശ്ചാത്യ സാഹിത്യത്തിന് ശക്തമായ അടിത്തറ പാകിയ ഈ കൃതികൾ ട്രോജൻ യുദ്ധത്തെയും ഒഡീസിയസിന്റെ യാത്രയെയും കുറിച്ചാണ്. ദി വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്ന കൃതിയും ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വിശദമായ രചനകളും പ്രസിദ്ധീകരിച്ച പ്രമുഖ ഭൗതികശാസ്ത്രജ്ഞനാര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന പ്രമുഖ ഭൗതികശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സമാഹാരമാണ് ദി വേൾഡ് ആസ് ഐ സീ ഇറ്റ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രജ്ഞരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ദി പ്രൈസ് ഓഫ് പവർ രചിച്ചത് ആര്? സെയ്മോർ എം. ഹെർഷ്. സെയ്മോർ എം. ഹെർഷ് ഒരു അമേരിക്കൻ അന്വേഷണാത്മക പത്രപ്രവർത്തകനാണ്. ദി പ്രൈസ് ഓഫ് പവർ, നിക്സൺ ആൻഡ് കിസിഞ്ചർ ഇൻ ദ വൈറ്റ് ഹൌസ് എന്ന പുസ്തകം 1970-കളിൽ റിച്ചാർഡ് നിക്സൺ ഭരണകൂടത്തിന്റെ രഹസ്യ പ്രവർത്തനങ്ങളെയും വിയറ്റ്നാം യുദ്ധത്തെയും കുറിച്ചുള്ള ഒരു പ്രധാന വെളിപ്പെടുത്തലാണ്. ഇത് അദ്ദേഹത്തിന് 1970-ൽ പുലിറ്റ്സർ സമ്മാനം നേടിക്കൊടുത്തു. രണ്ടാം ലോക മഹായുദ്ധം എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ വോളിയമായ ദി ഗാദറിംഗ് സ്റ്റോം രചിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള 6 വോളിയങ്ങളുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതി. ഇതിലെ ആദ്യ ഭാഗമാണ് ദി ഗാദറിംഗ് സ്റ്റോം. ഈ ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് 1953-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഐസക് ന്യൂട്ടൺ രചിച്ച പ്രധാനപ്പെട്ട ശാസ്ത്രകൃതി ഏതാണ്? ഫിലോസഫിയെ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഡി പ്രിൻസിപ്പിയ. ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നാണ്.
ചലന നിയമങ്ങളും സാർവത്രിക ഗുരുത്വാകർഷണ നിയമവും ഈ കൃതിയിലാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ഇത് ശാസ്ത്രചിന്തയിലും സമീപനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. നീതിയെയും ആദർശരാഷ്ട്രത്തെയും കുറിച്ചുള്ള ഏത് സ്വാധീനമുള്ള ദാർശനിക ഗ്രന്ഥമാണ് പ്ലേറ്റോ എഴുതിയത്? ദി റിപ്പബ്ലിക്. പ്ലേറ്റോയുടെ ദി റിപ്പബ്ലിക് പാശ്ചാത്യ തത്വചിന്തയിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ്. നീതി, ആദർശരാഷ്ട്രം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള സോക്രട്ടീസിന്റെ സംഭാഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. പാശ്ചാത്യ രാഷ്ട്രീയ തത്വചിന്തയെ ഇത് വളരെയധികം സ്വാധീനിച്ചു. പ്രശസ്ത നോവലായ ദി മദർ രചിച്ചത് ആര്? മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി ഒരു റഷ്യൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ദി മദർ എന്ന നോവൽ റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളിവർഗത്തിന്റെ ജീവിതത്തെയും സമരങ്ങളെയും ചിത്രീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെയും സാഹിത്യത്തെയും ഇത് സ്വാധീനിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയ ആത്മകഥാപരമായ പ്രകടനപത്രിക ഏതാണ്? മെയിൻ കാംഫ്. അഡോൾഫ് ഹിറ്റ്ലറുടെ മെയിൻ കാംഫ് എന്റെ പോരാട്ടം എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ജർമ്മനിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിശദീകരിക്കുന്നു. നാസിസത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി ഇത് കണക്കാക്കപ്പെടുന്നു. 1925 ജയിലിൽ വെച്ചാണ് ഇത് എഴുതിയത്. പൊളിറ്റിക്സ്, പോയിറ്റിക്സ് തുടങ്ങിയ കൃതികൾ രചിച്ച പുരാതന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള തത്വചിന്തകരിൽ ഒരാളാണ്. പൊളിറ്റിക്സ് എന്ന കൃതി രാഷ്ട്രമീമാംസയെക്കുറിച്ചും പോയിറ്റിക്സ് സാഹിത്യ സിദ്ധാന്തങ്ങളെയും പ്രത്യേകിച്ച് ദുരന്തനാടകങ്ങളെയും കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ പല വിഷയങ്ങളിലും ആധുനിക ചിന്തയ്ക്ക് അടിത്തറയിട്ടു. സ്വാധീനമുള്ള രാഷ്ട്രീയ തത്വചിന്താ ഗ്രന്ഥമായ ദി സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആര്? ജീൻ ജാക്ക് റൂസസോ. ജീൻ ജാക്ക് റൂസസോയുടെ ദി സോഷ്യൽ കോൺട്രാക്ട് സാമൂഹിക ഉടമ്പടി എന്ന ഗ്രന്ഥം ആധുനിക രാഷ്ട്രീയ തത്വചിന്തയെയും സർക്കാരിന്റെ നിയമസാധുതയെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. ജനങ്ങളുടെ പരമാധികാരം, പോപ്യുലർ സോവറൻറ്റി എന്ന ആശയം ഈ കൃതിയിലൂടെയാണ് റൂസസോ അവതരിപ്പിച്ചത്. ഇത് ഫ്രഞ്ച് വിപ്ലവത്തെയും ജനാധിപത്യ ആശയങ്ങളെയും വളരെയധികം സ്വാധീനിച്ചു. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദി ഡിസന്റ് ഓഫ് മാൻ എന്നിവ രചിച്ചത് ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിന്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം പ്രകൃതിനിർദ്ധാരണം വഴിയുള്ള പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചു. ദി ഡിസന്റ് ഓഫ് മാൻ എന്ന കൃതി മനുഷ്യന്റെ പരിണാമത്തെയും ലൈംഗിക തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് വിശദീകരിക്കുന്നു. ഈ കൃതികൾ ജീവശാസ്ത്ര മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. എ ഫെയർവെൽ ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? എഡ്വേർഡ് തോംസൺ. എഡ്വേർഡ് തോംസൺ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനും ഇന്ത്യയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ രചിച്ച ചരിത്രകാരനുമായിരുന്നു. എ ഫെയർവെൽ ടു ഇന്ത്യ ബ്രിട്ടീഷ് രാജിന്റെ അവസാന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു നോവലിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും പ്രതിപാദിക്കുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി രചിച്ചതും ആര്? ആഡം സ്മിത്ത്. ആഡം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. 1776 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾക്ക് അടിത്തറയിട്ടു. സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെയും അദൃശ്യ കൈ എന്ന ആശയത്തിന്റെയും പ്രാധാന്യം ഈ കൃതി ഊന്നിപ്പറയുന്നു. പാരഡൈസ് ലോസ്റ്റ് എന്ന ഇതിഹാസ കാവ്യം രചിച്ചത് ആര്? ജോൺ മിൽട്ടൺ. 17ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഇംഗ്ലീഷ് കവിയായ ജോൺ മിൽട്ടൺ രചിച്ച ഇതിഹാസ കാവ്യമാണ് പാരഡൈസ് ലോസ്റ്റ്. ബൈബിളിലെ ആദമിന്റെയും ഹവ്വായുടെയും കഥയെ ആസ്പദമാക്കി മനുഷ്യന്റെ പതനത്തെക്കുറിച്ചും ദൈവത്തോടുള്ള അനുസരണക്കേടിനെക്കുറിച്ചും ഈ കൃതി പ്രതിപാദിക്കുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു പ്രധാന രചനയാണിത്. ഏഷ്യൻ ഡ്രാമ ആൻ ഇൻക്വയറി ഇൻടു ദി പോവർട്ടി ഓഫ് നേഷൻസ് എന്ന കൃതി രചിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാര്? ഗുണ്ണാർ മ്യാർഡാൽ. നോബൽ സമ്മാനം നേടിയ സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുണ്ണാർ മ്യാർഡാൽ രചിച്ച പ്രമുഖ കൃതിയാണ് ഏഷ്യൻ ഡ്രാമ ആൻ ഇൻക്വയറി ഇൻടു ദി പോവർട്ടി ഓഫ് നേഷൻസ്. ഏഷ്യൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യം, വികസനം, സാമ്പത്തിക അസമത്വങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ പുസ്തകം വിശദമായി പഠിക്കുന്നു. വികസന സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന റഫറൻസാണിത്.
1984 പോലെയുള്ള ഡിസ്റ്റോപിയൻ നോവലുകൾക്കും ആനിമൽ ഫാം എന്ന അലഗോറിക്കൽ നോവലയ്ക്കും പേരുകേട്ട എഴുത്തുകാരനാര്? ജോർജ് ഓർവെൽ. പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജോർജ് ഓർവെൽ, യഥാർത്ഥ പേര് എറിക് ആർതർ ബ്ലെയർ, ആധുനിക സാഹിത്യത്തിലെ പ്രമുഖരിൽ ഒരാളാണ്. 1984, ആനിമൽ ഫാം എന്നീ കൃതികളിലൂടെ അദ്ദേഹം ഏകാധിപത്യത്തിന്റെയും സാമൂഹിക നിയന്ത്രണത്തിന്റെയും ഭവിഷ്യത്തുകൾ വരച്ചുകാട്ടി. അദ്ദേഹത്തിന്റെ രചനകൾ രാഷ്ട്രീയവും സാമൂഹികവുമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. ദി മിത്ത് ഓഫ് ഇൻഡിപെൻഡൻസ്, ദി ഗ്രേറ്റ് ട്രാജഡി എന്നീ കൃതികൾ രചിച്ചത് ആര്? സുൾഫിക്കർ അലി ഭൂട്ടോ. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്ന സുൾഫിക്കർ അലി ഭൂട്ടോ രചിച്ച പുസ്തകങ്ങളാണ് ദി മിത്ത് ഓഫ് ഇൻഡിപെൻഡൻസ്, ദി ഗ്രേറ്റ് ട്രാജഡി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഭരണകൂട നയങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ കൃതികളിൽ പ്രതിപാദിക്കുന്നു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇവയ്ക്ക് പ്രാധാന്യമുണ്ട്. ഓൺ കോൺട്രാഡിക്ഷൻ എന്ന ദാർശനിക ലേഖനം എഴുതിയത് ആര്? മാവോ സെതോങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും നേതാവുമായിരുന്ന മാവോ സെതോങ് രചിച്ച ഒരു പ്രധാന ദാർശനിക ലേഖനമാണ് ഓൺ കോൺട്രാഡിക്ഷൻ. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ തത്വങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാമെന്നും കൈകാര്യം ചെയ്യാമെന്നും ഈ ലേഖനം വിശദീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും വിപ്ലവ സിദ്ധാന്തങ്ങളെയും ഇത് സ്വാധീനിച്ചു. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പ്രധാന കൃതി രചിച്ചത് ആര്? എ.എൽ. ഭാഷം. പ്രശസ്ത ചരിത്രകാരനായ എ.എൽ. ഭാഷം രചിച്ച ക്ലാസിക കൃതിയാണ് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും സമഗ്രമായ ഒരു ചിത്രം ഈ പുസ്തകം നൽകുന്നു. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റഫറൻസാണിത്. എ പാസേജ് ടു ഇന്ത്യ എന്ന നോവൽ എഴുതിയത് ആര്? ഇ.എം. ഫോർസ്റ്റർ. പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റായ ഇ.എം. ഫോർസ്റ്റർ രചിച്ച വിഖ്യാത നോവലാണ് എ പാസേജ് ടു ഇന്ത്യ. ബ്രിട്ടീഷ് രാജിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന വംശീയവും സാംസ്കാരികവുമായ സംഘർഷങ്ങളെയും ബന്ധങ്ങളെയും ഈ നോവൽ പശ്ചാത്തലമാക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമായി ഇത് കണക്കാക്കപ്പെടുന്നു. വിവാദപരമായ മദർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? കാതറിൻ മയോ. അമേരിക്കൻ പത്രപ്രവർത്തകയായ കാതറിൻ മയോ രചിച്ച വിവാദപരമായ പുസ്തകമാണ് മദർ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലെ സാമൂഹികവും സാംസ്കാരികവുമായ അവസ്ഥകളെക്കുറിച്ച് വിമർശനാത്മകമായ ഒരു ചിത്രം ഈ പുസ്തകം നൽകുന്നു. ഇന്ത്യൻ സമൂഹത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന പേരിൽ ഇത് വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. റൈഡിംഗ് ദി സ്റ്റോം എന്ന കൃതി രചിച്ച മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഹരോൾഡ് മാക്മില്ലൻ. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഹരോൾഡ് മാക്മില്ലൻ രചിച്ച ഓർമ്മക്കുറിപ്പുകളാണ് റൈഡിംഗ് ദി സ്റ്റോം. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷമുള്ള ബ്രിട്ടന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വെല്ലുവിളികളെയും തന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളെയും കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന രേഖയാണിത്. വോർ ആൻഡ് പീസ് എന്ന ഇതിഹാസ നോവൽ രചിച്ചത് ആര്? ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് രചിച്ച വോർ ആൻഡ് പീസ് റഷ്യൻ സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. നെപ്പോളിയന്റെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ 19-ാം നൂറ്റാണ്ടിലെ റഷ്യൻ സമൂഹത്തെ ഇത് ചിത്രീകരിക്കുന്നു. ഈ നോവൽ ലോകസാഹിത്യത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ദ നേച്ചർ ഓഫ് മാസ് പോവേർട്ടി എന്ന കൃതിയുടെ രചയിതാവ് ആര്? ജോൺ കെന്നത്ത് ഗാൽബ്രെയ്ത്ത്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ കെന്നത്ത് ഗാൽബ്രെയ്ത്ത് രചിച്ച ദ നേച്ചർ ഓഫ് മാസ് പോവേർട്ടി ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെയും സ്വഭാവത്തെയും കുറിച്ചുള്ള ഒരു പ്രധാന പഠനമാണ്. വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള സമീപനങ്ങളെക്കുറിച്ച് ഈ പുസ്തകം ഉൾക്കാഴ്ച നൽകുന്നു. ഓലിവർ ട്വിസ്റ്റ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നീ പ്രശസ്ത നോവലുകൾ രചിച്ച വിക്ടോറിയൻ നോവലിസ്റ്റ് ആര്? ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് നോവലിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ പലപ്പോഴും സാമൂഹിക അനീതികളെയും ദാരിദ്ര്യത്തെയും വിമർശിക്കുന്നവയായിരുന്നു. ഓലിവർ ട്വിസ്റ്റ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളിൽ ഉൾപ്പെടുന്നു. ഹാംലെറ്റ്, ഒഥെല്ലോ, എ മിഡ്സമ്മർ നൈറ്റ്, എസ് ഡ്രീം തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ രചിച്ചത് ആര്? വില്യം ഷേക്സ്പിയർ.
വില്യം ഷേക്സ്പിയർ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരനായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നാടകകൃത്തുക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഇന്നും ലോകമെമ്പാടും പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. മാൻ ആൻഡ് സൂപ്പർമാൻ, ആംസ് ആൻഡ് ദ മാൻ തുടങ്ങിയ നാടകങ്ങൾ രചിച്ചത് ആര്? ജോർജ് ബെർണാഡ് ഷാ. നോബൽ സമ്മാനം നേടിയ ഐറിഷ് നാടകകൃത്തും വിമർശകനുമായിരുന്നു ജോർജ് ബെർണാഡ് ഷാ. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ പലപ്പോഴും സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ നർമ്മരസത്തോടെയും ബുദ്ധിപൂർവമായും കൈകാര്യം ചെയ്തു. മാൻ ആൻഡ് സൂപ്പർമാൻ, ആംസ് ആൻഡ് ദ മാൻ എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ്. സ്വാധീനമുള്ള രാഷ്ട്രതന്ത്ര ഗ്രന്ഥമായ എ ഗ്രാമർ ഓഫ് പോളിറ്റിക്സ് രചിച്ചത് ആര്? ഹറോൾഡ് ജെ. ലാസ്കി. പ്രമുഖ ബ്രിട്ടീഷ് രാഷ്ട്രീയ സൈദ്ധാന്തികനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു ഹറോൾഡ് ജെ. ലാസ്കി. എ ഗ്രാമർ ഓഫ് പോളിറ്റിക്സ് എന്ന അദ്ദേഹത്തിന്റെ കൃതി രാഷ്ട്രീയ തത്വചിന്തയിലെ ഒരു ക്ലാസിക് ആയി കണക്കാക്കപ്പെടുന്നു. ഇത് ജനാധിപത്യം, പരമാധികാരം, അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം നൽകുന്നു. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് സ്ഥാപിതമായത്? എത്ര രാജ്യങ്ങളാണ് സ്ഥാപക അംഗങ്ങളായിരുന്നത്? 1945 ഒക്ടോബർ 24-ന് 51 സ്ഥാപക രാജ്യങ്ങളോടൊപ്പം. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായത്. 1945 ഒക്ടോബർ 24-ന് UN ചാർട്ടർ പ്രാബല്യത്തിൽ വന്നതോടെ 51 രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായി. ഈ ദിനം UN ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ദിനം വർഷം തോറും ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ നിലവിൽ വന്നത്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ദിനമായി ആഘോഷിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച US പ്രസിഡന്റ് ആര്? ഫ്രാങ്ക്ലിൻ ഡി. റൂസ്വെൽറ്റ്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് സഖ്യകക്ഷികളെ സൂചിപ്പിക്കാനാണ് US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി. റൂസ്വെൽറ്റ് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് ഈ പേര് ആഗോള സമാധാനത്തിനും സഹകരണത്തിനുമായി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നൽകി. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളുടെ നിലവിലെ എണ്ണം എത്രയാണ്? 193. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാനാണ്. അത് 2011-ൽ UN-ൽ ചേർന്നു. UN ലോകത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ശക്തവുമായ അന്താരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭയിലെ 193 സ്വരചിഹ്നം ആ മത്തെയും ഏറ്റവും പുതിയതുമായ അംഗരാജ്യം ഏതാണ്? ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാൻ 2011 ജൂലൈ 14-നാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ 193 സ്വരചിഹ്നം ആ മത്തെയും അവസാനത്തെയും അംഗരാജ്യമാണ്. സുഡാനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമായതിനു ശേഷമാണ് ദക്ഷിണ സുഡാൻ UN-ൽ ചേർന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻഹാട്ടൻ ദ്വീപ്, ന്യൂയോർക്ക് നഗരം, USA. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഭൂപ്രദേശം എന്ന നിലയിൽ ഈ ആസ്ഥാനത്തിന് പ്രത്യേക പദവിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, ചൈനീസ്, റഷ്യൻ, സ്പാനിഷ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്: അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ യോഗങ്ങളിലും രേഖകളിലും ഈ ഭാഷകൾ ഉപയോഗിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ രൂപകൽപ്പന വിവരിക്കുക. ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ളനിറത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നം, 2 വളഞ്ഞ ഒലിവ് ശാഖകളും ഒരു ലോക ഭൂപടവും ഇതിൽ ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പതാകയ്ക്ക് ഇളം നീല നിറമാണ്. മധ്യഭാഗത്ത് വെള്ളനിറത്തിൽ ലോക ഭൂപടവും അതിനെ ചുറ്റി സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവ് ശാഖകളും ചിത്രീകരിച്ചിരിക്കുന്നു. 1947 ഒക്ടോബർ 20-നാണ് ഈ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ് അംഗീകരിക്കുന്നത് ഏത് പ്രധാന ഘടകമാണ്? പൊതുസഭ, ജനറൽ അസംബ്ലി.
ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് സംഘടനയുടെ ബഡ്ജറ്റ് അംഗീകരിക്കുകയും സാമ്പത്തിക സംഭാവനകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നയരൂപീകരണ പ്രാതിനിധ്യ ഘടകമാണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പൊതുസഭ, ജനറൽ അസംബ്ലി, രക്ഷാസമിതി, സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഇവ ഓരോന്നിനും സംഘടനയുടെ പ്രവർത്തനത്തിൽ പ്രത്യേകമായ ധർമ്മങ്ങളുണ്ട്. ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ഇവയുടെയെല്ലാം പൊതുവായ ലക്ഷ്യം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ICJ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്സ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗിലുള്ള പീസ് പാലസാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നീതിന്യായ ഘടകമാണിത്.